റഷ്യയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. റഷ്യയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം നൽകിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചത്. റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം മോദി പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം 2.5 വർഷം പിന്നിടുകയാണ്. എന്നാൽ ആക്രമണത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല. ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല എന്നാണ് 2022 സെപ്റ്റംബറിൽ പുതിനുമായുള്ള ചർച്ചയിൽ മോദി പറഞ്ഞത്. പുതിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം മോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തിങ്കളാഴ്ച കീവിലെ ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടതിന് പിന്നാലെയായിരുന്നു മോദി ചിത്രം പങ്കുവച്ചത്. ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വലിയ നിരാശയുണ്ടാക്കുന്നു എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത്. US-ഉം ഇന്ത്യയുടെ റഷ്യ ബന്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. അതിനിടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അമേരിക്ക പറഞ്ഞു. വൈറ്റ് ഹൗസ് വക്താവ് കരീൻ ജീൻ പിയറിയാണ് ഇക്കാര്യം പറഞ്ഞത്. പുടിനെ യുദ്ധം നിർത്താൻ പ്രേരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞത്. കീവിൽ കുട്ടികളുടെ ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിലുള്ള വേദന മോദി പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ജീൻ പിയറിയുടെ പരാമർശം. ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി സംഭവത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിലായാലും ഭീകരാക്രമണത്തിലായാലും ജീവൻ നഷ്ടമാകുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്നു. ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കുമിടയിൽ സമാധാന ചർച്ച വിജയിക്കില്ല എന്നാണ് മോദി പറഞ്ഞത്. പിന്നാലെയായിരുന്നു അമേരിക്കയുടെ അഭിപ്രായ പ്രകടനം. ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. അതാണ് അമേരിക്കയെ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നാലെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹിന്ദുസ്ഥാനി സ്പോക്സ് പേഴ്സൺ മാർഗ്രറ്റ് മാക് ലിയോടും യുക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കാൻ മോസ്കോയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ലെന്ന് മോദി നേരത്തെ നടത്തിയ പരാമർശവും മാഗ്രറ്റ് സൂചിപ്പിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് US യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെടുന്നു. റഷ്യ യുക്രൈനിൽ നിന്ന് പിൻവാങ്ങണം. പ്രധാനമന്ത്രി മോദി പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ല, മാഗ്രറ്റ് ANIയോട് പറഞ്ഞു. യുക്രൈൻ അധിനിവേശത്തെ അപലപിച്ചിട്ടില്ലെങ്കിലും പരോക്ഷമായി യുദ്ധത്തിന് അനുകൂലമല്ലെന്ന് പലതവണ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടെന്തെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.